പത്തനംതിട്ടയിലെ 13-കാരിയുടെ വ്യാജ പരാതിയിൽ പോലീസിനെതിരെ ഗുരുതര ആരോപണമാണ് ഉയരുന്നത്. ചെയ്യാത്ത കുറ്റം കുട്ടികളിൽ അടിച്ചേൽപ്പിക്കാൻ പോലീസ് ശ്രമിച്ചുവെന്ന് രക്ഷിതാക്കൾ തന്നെ പറയുന്നു. ക്രൂരമർദ്ദനത്തിന് ഇരയായി എന്ന് പോലീസ് ചോദ്യം ചെയ്ത് വിട്ടയച്ച യുവാവും പറയുകയാണ്. പെൺകുട്ടിയെ എവിടെയാണ് കൊണ്ടുപോയത് എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു ഈ മർദ്ദനം. നടപടി ആവശ്യപ്പെട്ട് യുവാവ് ആഭ്യന്തരമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്. ലാത്തി കൊണ്ട് കാൽവെള്ളയിൽ ശക്തമായി അടിച്ചു എന്നാണല്ലോ പറഞ്ഞത്. എത്ര സമയം ആ മർദ്ദനം തുടർന്നു പോലീസ്? അതൊരു കുറച്ചു നേരം ഉണ്ടായിരുന്നു. അവർ മാറി മാറി ഇങ്ങനെ തല്ലുമായിരുന്നു. ഇരുന്ന സമയത്ത് എന്നിട്ട് ചെവിക്ക് പിടിച്ച് പൊക്കി എണീപ്പിച്ചത്. കുട്ടിയുടെ കാര്യം തന്നെയായിരുന്നു. അവരുടെ കാര്യം തന്നെ ചോദിക്കുന്നത്, എവിടെ എന്തിനു പോയി, എവിടെ കൊണ്ടുപോയി എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ പറഞ്ഞല്ലോ അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും കാൽവെള്ളയിൽ ലാത്തി കൊണ്ട് മർദ്ദനം തുടരുകയായിരുന്നു. പിന്നെ അടിക്കുകയായിരുന്നു. ഒരു കാര്യമില്ലാതാണ് കൊണ്ടുപോയി തല്ലിയേക്കുന്നത്. അപ്പോൾ അതിന് ഒരു നീതി പോലെ കിട്ടണം. മകനെ എന്തിനാണ് കസ്റ്റഡിയിൽ എടുത്തതെന്ന് പോലീസിനോട് ചോദിച്ചിട്ടും മറുപടി ലഭിച്ചില്ല എന്ന് മാതാവും പറയുന്നു. ഹൃദ്രോഗിയെന്ന് പറഞ്ഞിട്ടും മർദ്ദനം തുടർന്നു എന്നും ഗുരുതര ആരോപണമുണ്ട്. മമ്മി, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഇതെന്തുവാണെന്ന് എനിക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞ നിമിഷം കൊണ്ട് പോലീസുകാർ പിടിച്ച് കെട്ടിക്കൊണ്ടുപോയി. ഞങ്ങളുടെ സാന്നിധ്യത്തിലല്ല മോനെ ചോദ്യം ചെയ്തതും. കൊണ്ടുപോകുമ്പോഴേ പറഞ്ഞു, സാറെ ഉപദ്രവിക്കരുത്. അപ്പൊ മോനും പറയുന്നുണ്ട്, ശസ്ത്രക്രിയ കഴിഞ്ഞിട്ട് വിശ്രമവേളയാ, ഇപ്പോഴും മെഡിസിനൊക്കെ എടുത്തോണ്ടിരിക്കുന്ന മോനെ. ഇല്ല, ഞങ്ങൾ ഒന്നും ചെയ്യത്തില്ലെന്നും പറഞ്ഞാൽ കൊണ്ടുപോകുന്നത്. ആ ഒരു വിശ്വാസത്തിലാണ് ഞങ്ങൾ ഇരുന്നത്. ചെന്നപ്പോ എന്നോട് പറഞ്ഞു, എന്റെ മേത്ത് തുടരുതേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്താ കാര്യം, എന്തുവാ മോനെ, എന്നെ ഒത്തിരി അടിച്ചെന്ന് പറഞ്ഞു. അവൻ കിടന്നിട്ട് കിടക്കാൻ വയ്യ, അവന് ഇരിക്കാൻ വയ്യ, അവൻ രാത്രിയിൽ ഞെട്ടി ഉണരുക. പോലീസുകാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് CPIM DYFI പ്രവർത്തകർ സ്റ്റേഷനിലേക്ക് മാർച്ചും നടത്തി. പ്രവീൺ പുരുഷോത്തമൻ ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകും. പ്രവീണ, അമ്മയുടെയും ആ മകന്റെയും വാക്കുകളിലുണ്ട് അവർക്ക് അനുഭവിക്കേണ്ടി വന്ന ആ ക്രൂരത. 9ാം ക്ലാസ്സുകാരിയായ 13 വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടി ഒരു പ്രണയാഭ്യർത്ഥന സഹപാഠി നിരസിച്ചു എന്നുള്ളതിന്റെ പേരിൽ ഒരു കള്ളപ്പരാതി ഉണ്ടാക്കുകയാണ്. മറ്റൊരു പെൺകുട്ടിയുടെ വീട്ടിൽ വെച്ചും ശുചിമുറിയിൽ വെച്ചും തന്നെ 11ഓളം ആളുകൾ ചേർന്ന് പീഡിപ്പിച്ചു, തന്റെ സഹപാഠികൾ ചേർന്ന് ബലാത്സംഗം ചെയ്തു എന്നാണ് കള്ളപ്പരാതി പോലീസിന് നൽകിയത്. അതിനുശേഷം ഈ യുവാക്കൾ, അതോടൊപ്പം സഹപാഠികൾ, അവർ അനുഭവിച്ച മാനസിക പ്രയാസം, ശാരീരിക ബുദ്ധിമുട്ടുകൾ സമാനതകളില്ലാത്തതാണ്. പോലീസിന് യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. കഴിഞ്ഞ ഇടത് സർക്കാരിന്റെ കാലത്ത് ഇത്തരത്തിലുള്ള പോലീസ് സ്റ്റേഷൻ മർദ്ദനവും ക്രൂരതകളും ഒക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അന്ന് UDFന്റെ പ്രധാനപ്പെട്ട നേതാക്കളാണ് വിമർശനം ഉന്നയിച്ചിരുന്നത്. ഇതാ UDF സർക്കാരിന്റെ ഭരണമാണ്. പക്ഷേ പോലീസ് ഇപ്പോഴും ചെറുപ്പക്കാരെ തിരഞ്ഞുപിടിച്ച് ഉള്ളതുമില്ലാത്തതുമായ കേസിൽ മർദ്ദിക്കുകയാണ്, അവരെ ഉപദ്രവിക്കുകയാണ്. ആഭ്യന്തരമന്ത്രിക്ക് പരാതി പോയിട്ടുണ്ട്. നടപടി ഉണ്ടാകുമോ പ്രവീൺ? ഷിഹാസ്, 20കാരൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് അയച്ച പരാതിയിൽ തനിക്ക് കൂടൽ പോലീസ് സ്റ്റേഷനിൽ വെച്ച് അനുഭവിക്കേണ്ടി വന്ന പോലീസ് മർദ്ദനത്തെക്കുറിച്ച് എണ്ണി പറയുന്നുണ്ട്. 13കാരിയുടെ ഒരു വ്യാജ പീഡന പരാതിയിൽ പോലീസ് മർദ്ദനമേൽക്കേണ്ടി വന്നതിന്റെ സകല വേദനയും ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് അയച്ച ആ കത്തിൽ നിന്നും വായിച്ചെടുക്കാം. 20കാരന്റെ വീട്ടിലേക്ക് നാം ഇന്ന് പോയിരുന്നു. മാതാവ് വളരെ ദുഃഖത്തോടെയാണ് സംസാരിച്ചത്. എന്തിനാണ് മകനെ പിടിച്ചുകൊണ്ട് പോകുന്നതെന്ന് വീട്ടിലെത്തിയ പോലീസുകാരോട് മാതാവ് ചോദിച്ചിരുന്നു. പോലീസ് പക്ഷെ മറുപടി നൽകിയില്ല. മകൻ ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായിട്ടുണ്ടെന്നും മാതാവ് പോലീസിനോട് പറഞ്ഞിരുന്നു. 13കാരിയുടേത് വ്യാജ പരാതി എന്ന് ബോധ്യപ്പെട്ട് പോലീസ് വിട്ടയച്ച് മകൻ വീട്ടിലെത്തിയപ്പോഴാണ് മകന് ക്രൂരമർദ്ദനമേറ്റ വിവരം മാതാവ് അറിഞ്ഞത്. മകനെ ചോദ്യം ചെയ്തതിൽ വിരോധമില്ല. പരാതിയുടെ സത്യാവസ്ഥ അറിയാതെ കയ്യിൽ കിട്ടിയ പാടെ മകനെ തല്ലിച്ചതച്ചതിലാണ് തനിക്ക് പരാതിയെന്ന് മാതാവ് പറഞ്ഞു. കൂടൽ SI ഉൾപ്പെടെ 8 പോലീസുകാരാണ് തന്നെ മർദ്ദിച്ചതെന്ന് 20കാരനും പറഞ്ഞു. പെൺകുട്ടിയെ എവിടെ കൊണ്ടുപോയി എന്ന് ചോദിച്ചായിരുന്നു മർദ്ദനം. കാൽവെള്ളയിൽ ലാത്തി കൊണ്ടടിച്ചു, ബൂട്ടിട്ട് കാൽപാദത്തിൽ ചവിട്ടി, ചെവികളിലും മുടിയിലും പിടിച്ചുയർത്തിയതായും 20കാരൻ പറഞ്ഞു. 13കാരി പെൺകുട്ടിയുടെ സഹപാഠികളുടെ അമ്മമാരും പോലീസിനെതിരെ ഇന്ന് രംഗത്തെത്തി. തങ്ങളുടെ സാന്നിധ്യത്തിൽ അല്ല കുട്ടികളിൽ നിന്നും പോലീസ് വിവരം ശേഖരിച്ചത്. കുട്ടികളോട് ചീത്തവാക്കുകൾ പോലീസ് പറഞ്ഞു. ഒരു കുട്ടിയെ കോളറിൽ പിടിച്ചുയർത്തി. ചെയ്യാത്ത കുറ്റം സഹപാഠികളിൽ അടിച്ചേൽപ്പിക്കാനാണ് പോലീസ് ശ്രമിച്ചതെന്നും കുട്ടികളുടെ അമ്മമാർ ആരോപിച്ചു. പോലീസുകാർക്കെതിരെയുള്ള ആരോപണം അന്വേഷിക്കുമെന്ന് ജില്ലാ പോലീസ് മേധാവി R ആനന്ദ് അറിയിച്ചു. CPMന്റെയും DYFIയുടെയും നേതൃത്വത്തിൽ ഇന്ന് പ്രതിഷേധ മാർച്ച് കൂടൽ പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തി. കുറ്റക്കാരായ പോലീസുകാർക്കെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു സമരം. ശരിയാണ് പ്രവീൺ, നടപടി ഉണ്ടാകണം. പോലീസിന്റെ പ്രാകൃത മർദ്ദന മുറയാണ് ഇപ്പോൾ ഈ 20 വയസ്സ് മാത്രമുള്ള ചെറുപ്പക്കാർക്കെതിരെ പോലീസ് ഉപയോഗിച്ചിരിക്കുന്നത്. ആഭ്യന്തര വകുപ്പിന്റെ മുന്നിൽ ഇപ്പോൾ പരാതി എത്തിയിട്ടുണ്ട്. ശക്തമായ നടപടി തന്നെ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോഴും 13 വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയുടെ കള്ളപ്പരാതിയിലാണ് ഈ ബുദ്ധിമുട്ടെല്ലാം ഈ ചെറുപ്പക്കാർക്ക് അനുഭവിക്കേണ്ടി വന്നത് എന്നുള്ള കാര്യം നമ്മൾ മറന്നുകൂടാ.